ദൈവതിരുനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. പരിശുദ്ധ സഭ വിശുദ്ധ സ്ലീഹാ നോമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ലീഹാ നോമ്പ് സുറിയാനി ഓർത്തഡോക്സ് സഭയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ആത്മീയ നോമ്പാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം ലോകമെമ്പാടും സുവിശേഷം പ്രസംഗിക്കുവാൻ പുറപ്പെട്ട അപ്പോസ്തലന്മാരുടെ ജീവിതം, പ്രാർത്ഥന, ത്യാഗം, ശുശ്രൂഷ എന്നിവയെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ നോമ്പ് ആചരിക്കുന്നത്. വിശുദ്ധ സ്ലീഹാ നോമ്പിന്റെ പശ്ചാത്തലം കർത്താവിന്റെ സ്വർഗാരോഹണത്തിനും പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിനും ശേഷം അപ്പോസ്തലന്മാർ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സ്ഥിരതയോടെ ദൈവഹിതം അന്വേഷിച്ചു. തുടർന്ന് അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സുവിശേഷം അറിയിക്കുവാൻ പുറപ്പെട്ടു. ഈ ആത്മീയ ഒരുക്കത്തിന്റെ ഓർമ്മയ്ക്കാണ് വിശുദ്ധ സ്ലീഹാ നോമ്പ് സഭയിൽ ആചരിക്കുന്നത്. വിശുദ്ധ സ്ലീഹാ നോമ്പിന്റെ കാലയളവ് സുറിയാനി ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ഈ നോമ്പ് സാധാരണയായി ജൂൺ മാസം 16-ാം തീയതി മുതൽ 29-ാം തീയതി വരെ ആചരിക്കുന്നു. ജൂൺ 29-ന് വിശുദ്ധ പത്രോസ്ലീഹായുടെയും വിശുദ്ധ പൗലോസ്ലീഹായുടെയും പെരുന്നാൾ ആഘോഷിക്കുന്നതോടെയാണ് വിശുദ്ധ സ്ലീഹാ നോമ്പ് സമാപിക്കുന്നത്. വിശുദ്ധ സ്ലീഹാ നോമ്പിന്റെ ആത്മീയമായ ലക്ഷ്യങ്ങൾ: അപ്പോസ്തലന്മാരുടെ വിശ്വാസവും സമർപ്പണവും മാതൃകയാക്കുക, പ്രാർത്ഥനയിലും വിശുദ്ധ ജീവിതത്തിലും വളരുക, സുവിശേഷത്തിന് സാക്ഷികളാകാൻ ആത്മീയമായി തയ്യാറാകുക, പരിശുദ്ധാത്മാവിന്റെ വഴി നടത്തലിനായി പ്രാർത്ഥിക്കുക, സഭയുടെ ഐക്യത്തിനും വളർച്ചയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എന്താണ് വിശുദ്ധ സ്ലീഹാ നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നത്? ഒന്നാമതായി, പ്രാർത്ഥനയുടെ ശക്തി. എല്ലാ ശുശ്രൂഷയുടെയും അടിസ്ഥാനം പ്രാർത്ഥനയാണ്. രണ്ടാമതായി, സാക്ഷ്യമുള്ള ജീവിതം. വാക്കുകളിലൂടെ മാത്രമല്ല, ജീവിതത്തിലൂടെയും ക്രിസ്തുവിനെ പ്രഖ്യാപിക്കണം. മൂന്നാമതായി, ത്യാഗവും സഹനവും. അപ്പോസ്തലന്മാർ അനേകം കഷ്ടതകൾ സഹിച്ചിട്ടും വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. നാലാമതായി, മിഷൻ ബോധം. ഓരോ വിശ്വാസിയും തന്റെ ജീവിതത്തിലൂടെ സുവിശേഷത്തിന്റെ ദൂതനായിരിക്കണം. വിശുദ്ധ സ്ലീഹാ നോമ്പുകാലത്തെ പ്രധാനമായ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവയാണ്. സഭയുടെ വിശുദ്ധിക്കും ആത്മീയ വളർച്ചയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണം. വൈദികർക്കും ശുശ്രൂഷകർക്കും ശക്തി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. യുവജനങ്ങൾക്കും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബങ്ങളിൽ സ്നേഹവും ഐക്യവും നിലനിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സുവിശേഷ പ്രവർത്തനങ്ങൾ ലോകമെമ്പാടും വളരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. രോഗികൾക്കും ദുഃഖിതർക്കും ആശ്വാസം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സഭയിൽ സമൃദ്ധമായി പ്രവർത്തിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധ സ്ലീഹാ നോമ്പ് അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തെയും ത്യാഗത്തെയും സുവിശേഷ വ്യാപനത്തെയും അനുസ്മരിക്കുന്ന ആത്മീയ കാലഘട്ടമാണ്. ഈ നോമ്പിൽ 12 സ്ലീഹന്മാരിൽ ഒരാളായ അൽഫായുടെ മകനായ വിശുദ്ധ യാക്കോബ് സ്ലീഹ പ്രത്യേകം സ്മരിക്കപ്പെടുന്നു. അദ്ദേഹം പ്രശസ്തിയേക്കാൾ വിശ്വസ്തതയെ തിരഞ്ഞെടുത്തു. നിശബ്ദമായ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു സ്ലീഹായും കൂടിയാണ്. യേശുക്രിസ്തു നേരിട്ട് വിളിച്ച ശിഷ്യനാണ് അദ്ദേഹം. അൽഫായുടെ മകനായ വിശുദ്ധ യാക്കോബ് സ്ലീഹ യേശുക്രിസ്തു നേരിട്ട് വിളിച്ച 12 സ്ലീഹന്മാരിൽ ഒരാളായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമുക്ക് ഇത് കാണുവാൻ സാധിക്കും. വലിയ അത്ഭുതങ്ങളോ പ്രസംഗങ്ങളോ അദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും തന്റെ വിളിയോട് അവസാനം വരെ വിശ്വസ്തനായ ശിഷ്യനായിരുന്നു അദ്ദേഹം. വിശുദ്ധ സ്ലീഹാ നോമ്പ് നമ്മെ പഠിപ്പിക്കുന്ന ആദ്യ പാഠവും ഇത് തന്നെയാണ്. പ്രശസ്തിയല്ല, വിശ്വസ്തതയാണ് ദൈവം വിലമതിക്കുന്നത്. വിനയത്തിന്റെയും നിശബ്ദ സേവനത്തിന്റെയും മാതൃകയായിരുന്നു അൽഫായുടെ മകനായ വിശുദ്ധ യാക്കോബ് സ്ലീഹ. ബൈബിളിൽ അൽഫായുടെ മകനായ വിശുദ്ധ യാക്കോബ് സ്ലീഹയെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ കുറവാണ്. എന്നാൽ അത് തന്നെ ഒരു വലിയ ആത്മീയ സന്ദേശമാണ്. ദൈവസന്നിധിയിൽ മഹത്വം ലഭിക്കുന്നത് ജനപ്രശംസ കൊണ്ടല്ല, മറിച്ച് ആത്മാർത്ഥമായ സേവനത്തിലൂടെയാണ്. സഭയിലും സമൂഹത്തിലും അംഗീകാരം തേടാതെ സേവനം ചെയ്യുന്ന എല്ലാവർക്കും അൽഫായുടെ മകനായ വിശുദ്ധ യാക്കോബ് സ്ലീഹ ഒരു പ്രചോദനമാണ്. സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരു സമർപ്പണം. സഭാ പാരമ്പര്യം അനുസരിച്ച് അൽഫായുടെ മകനായ വിശുദ്ധ യാക്കോബ് സ്ലീഹ വിവിധ പ്രദേശങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുകയും ക്രിസ്തുവിന് വേണ്ടി കഷ്ടതകൾ സഹിക്കുകയും ഒടുവിൽ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു. സ്ലീഹാ നോമ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നത് പലപ്പോഴും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വഴിയിലൂടെയാണ് എന്നതാണ്. ആത്മീയമായ സന്ദേശം. വിശുദ്ധ സ്ലീഹാ നോമ്പിൽ അൽഫായുടെ മകനായ വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ചില പ്രധാന പാഠങ്ങൾ ഇവയാണ്. ദൈവവിളിയോട് പൂർണ്ണമായ അനുസരണം. പ്രശസ്തി ആഗ്രഹിക്കാതെ ദൈവമഹത്വം മാത്രം അന്വേഷിക്കുക. പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ഉറച്ചു നിൽക്കുക. ഏത് സാഹചര്യത്തിലും ക്രിസ്തുവിന്റെ സാക്ഷികളാകുക. ജീവിതം കൊണ്ട് സുവിശേഷം പ്രസംഗിക്കുക. ഇന്നത്തെ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സന്ദേശം. ഇന്നത്തെ ലോകം അംഗീകാരവും പ്രശസ്തിയും തേടുമ്പോൾ അൽഫായുടെ മകനായ വിശുദ്ധ യാക്കോബ് സ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത് നിശബ്ദമായ വിശ്വസ്തതയുടെ മാതൃകയാണ്. ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന ചെറിയ ശുശ്രൂഷ പോലും ആത്മാർത്ഥമായി നിർവഹിക്കുമ്പോൾ അത് ദൈവരാജ്യത്തിൽ വലിയ ഫലം പുറപ്പെടുവിക്കുന്നു. വിശുദ്ധ സ്ലീഹാ നോമ്പ് അപ്പോസ്തലന്മാരെ അനുസ്മരിക്കുന്ന ഒരു ആചാരം മാത്രമല്ല, അവരുടെ ജീവിതം മാതൃകയാക്കി ജീവിക്കാനുള്ള ഒരു വിളിയും കൂടെയാണ്. അൽഫായുടെ മകനായ വിശുദ്ധ യാക്കോബ് സ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മഹത്വം ലഭിക്കുന്നത് പ്രശസ്തിയിലൂടെയല്ല, മറിച്ച് വിശ്വസ്തതയിലൂടെയും വിനയത്തിലൂടെയും ത്യാഗത്തിലൂടെയുമാണ് എന്നാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പിൻ എന്ന നമ്മുടെ കർത്താവിന്റെ ആഹ്വാനം ഓരോ വിശ്വാസിയെയും ഓർമ്മിപ്പിക്കുന്ന ആത്മീയ യാത്രയാണ് വിശുദ്ധ സ്ലീഹാ നോമ്പ്. ദൈവം നമ്മളെ ഏവരെയും കാത്ത് പരിപാലിക്കുമാറാകട്ടെ. ആമീൻ.